അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാഹ് സുഖമാണ് മക്കൾക്കും. പിന്നെ പണിയുണ്ടായിരുന്നു, പണിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് സന്തോഷത്തിലാണ്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ചോദിച്ചു, കുറേ പേര് എന്നെ ആദ്യം തൊട്ടേ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ ഒരു പകുതി തൊട്ട് കുറച്ച് റീച്ച് കണ്ടപ്പോഴേ എന്നെ കുത്തി നോവിക്കാൻ വന്നവരുണ്ട്. ടോർച്ചറിങ് ചെയ്ത് ഇവിടം വരെ എത്തി. എനിക്ക് എൻ്റെ ഫാമിലി പറയേണ്ടി വന്നു. എൻ്റെ ഫാമിലിയിലുള്ളവർ ഈ വീഡിയോ കണ്ടു, എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർ ഈ വീഡിയോ കണ്ടു. അവർക്കൊക്കെ ഉണ്ടാവുന്ന വിഷമങ്ങൾ, കാര്യങ്ങൾ ഒരു ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ പറഞ്ഞു നിർത്തി. അപ്പോൾ അവരെ മക്കളാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അതുകൊണ്ട് ലൈഫ് ഇവിടെ നിർത്തി. ഇനി എന്നെ എന്തെങ്കിലും പേരിൽ ആരെങ്കിലും ടോർച്ചറിങ് ചെയ്യുകയോ ബാക്കി കാര്യങ്ങളോ ചെയ്യുകയാണെങ്കിൽ അത് വെച്ചിട്ട് നിയമപരമായിട്ട് മുന്നോട്ട് പോകാനാണ് ഇരിക്കുന്നത്. എൻ്റെ അള്ളാഹു തന്നതാണ് എനിക്ക് ജീവിതം. ആ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച വേദന, എൻ്റെ മക്കൾ അനുഭവിച്ച വേദന, എൻ്റെ വീട്ടുകാരനുഭവിച്ച വേദന, അതർ സൈഡിൽ നിന്ന് അനുഭവിച്ച വേദനകൾ. പക്ഷേ പറ്റിപ്പോയി. സത്യം പറഞ്ഞാൽ ഈ 3 ഫാമിലിക്കും നമുക്ക് ഒരു കെറു കാര്യങ്ങൾ, ദേഷ്യങ്ങളില്ല. അപ്പോൾ അവരേതായ രീതിയിൽ ജീവിച്ചോട്ട് പോട്ടെ. അവർക്കൊക്കെ വിഷമങ്ങളും കാര്യങ്ങളും ഉണ്ട്. ഇങ്ങനെ പറ്റിപ്പോയി. 3 മക്കൾ എൻ്റെ കൂടെ സുരക്ഷിതമാണ്. ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നത്. ഞാൻ അവർക്ക് വേണ്ടി ജീവിച്ചു. അൽഹംദുലില്ലാഹ് അവിടം വരെ എത്തി. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരിയല്ല, ഇതാ ലൈഫ് പറഞ്ഞ് നിർത്തിയിട്ടുണ്ട്. ഇനി എന്നെ കുത്തി നോവിക്കരുത് ദയവ് ചെയ്തിട്ട്. ഞാൻ പരമാവധി താഴ്ന്ന് നിങ്ങളടുത്ത് പറയാം, വയ്യ, മടുത്ത്. ഇതൊക്കെ മറന്നതാണ്. ഒരു സ്ത്രീയുടെ ഒരു വാക്ക് കൊണ്ടിട്ട് ഞാൻ ഇവിടം വരെ എത്തി. ഇനി എന്തെങ്കിലും പേരിൽ ഇതുവാണെങ്കിൽ ഞാൻ നിയമപരമായിട്ട് മുന്നോട്ട് പോയി ഏത് കള്ള ഐഡിയിൽ വന്നാലും അത് നമുക്ക് ചെക്ക് ചെയ്ത് പിടിക്കാൻ പറ്റും. സൈബർ സെല്ലൊക്കെ ഉണ്ടെന്ന്. ഗൂഗിൾ ഐഡിയിൽ എന്നെ തിരിച്ചറിയാൻ പറ്റില്ലെന്ന് പറഞ്ഞ് പറ്റൂല. ആ കള്ള ഐഡികളെല്ലാം പിടിച്ച് പോലീസ് സ്റ്റേഷൻ ഉണ്ട്, മൊബൈലിൻ്റെ എവിടെ ഇരുന്നാലും പിടിക്കും. അത് പിടിച്ച് ഞാൻ എൻ്റേതായ കാര്യം നോക്കി പോകും. അപ്പോൾ ചിലപ്പോൾ എൻ്റെ മക്കൾ ചിലപ്പോൾ അനാഥരാകും. കാരണം ഞാൻ മെൻ്റലി അനുഭവിച്ച ടോർച്ചറിങ് അത്രയാണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, കുറേ കാര്യങ്ങൾ പറഞ്ഞു. 1-2 കാര്യം മാത്രമല്ല, കുറേ കാര്യങ്ങൾ. എന്നിട്ട് അതിനകത്ത് കുറച്ച് കാര്യം മറച്ച് വെച്ചു. കാരണം ആർക്കൊരു ഇഷ്യൂ വരണ്ടെന്ന് പറഞ്ഞിട്ട്. എൻ്റെ ലൈഫല്ലേ, ഞാൻ അനുഭവിച്ചതല്ലേ. എനിക്കൊരു വീടായതാണ് ആ തെറ്റ്. ക്ഷമിക്കണം നിങ്ങൾ. അതുകൊണ്ട് ഈ വീഡിയോ ചെയ്തിട്ടൊരു സത്യാവസ്ഥയുണ്ട്. കുറച്ച് ഭയങ്കര ടോർച്ചറിങ് ആയിപ്പോയി. അതുകൊണ്ട് വീഡിയോസ് നിങ്ങളെല്ലാം അറിഞ്ഞല്ലോ എൻ്റെ കാര്യം. എനിക്കിനി ആരെയും കുറ്റപ്പെടുത്താൻ പറ്റൂല. കാരണം എനിക്ക് ആരെയും പറയാനും പറ്റൂല. കാരണം ഞാൻ മുൻ വീഡിയോസിലെല്ലാം നിങ്ങൾക്ക് ഇനി എന്നെ നോക്കിയാലും മനസ്സിലാവും. പിന്നെ ഒന്നിൻ്റെയും പേരിൽ അഹങ്കരിക്കേണ്ട മക്കളെ. എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ഖബറാണ് കിടക്കുന്നത്. ഞാൻ ഈ മക്കളെ ഒന്ന് വളർത്തിയെടുത്തോട്ട്. ഞാൻ കഷ്ടപ്പെട്ട് തന്നെ ജീവിക്കുന്ന. ഇന്നൊരു കമൻ്റ് എനിക്ക് കണ്ടായിരുന്നു, ഭയങ്കരമായിട്ട് കൊള്ളിക്കുന്ന കമൻ്റ്. ഞാൻ അവരെ ഭാര്യയായിട്ട് ജീവിച്ചു, അവരെ മക്കളെ പ്രസവിച്ചു. ബാപ്പായും ഉമ്മായും ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. എനിക്ക് അവരുടെ ആരുടെ ഒരു കെറുവോ ദേഷ്യമോ വിദ്വേഷമോ ഇല്ല. നാളത്തെ കാര്യം നമുക്ക് പറയാനും പറ്റില്ല എന്താവുമെന്ന്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഇത്രയും കേട്ടല്ലോ, ഇതിൽ ഇനിയിപ്പോൾ ഒരുപാട് ഞാൻ അനുഭവിച്ച് ഈ ആയുസ് മൊത്തം കരഞ്ഞു. ഇനി ഞാനൊന്ന് സന്തോഷമായിട്ട് ഈ മക്കൾക്കൊത്ത് ജീവിക്കട്ടെ. എന്നെ ഇട്ട് കുറ്റപ്പെടുത്താൻ വരരുത്. ഞാൻ എൻ്റെ ഇക്കാമാൻ്റെ പേര് പോലും ഞാൻ പറഞ്ഞിട്ടില്ല ഇതിൽ. എൻ്റെ ഒരാളെ പേരേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം. ഞാൻ ഇതൊക്കെ മറന്ന കാര്യങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടുകാരൊക്കെ കാണുമ്പോൾ എന്ത് സങ്കടത്തിലായിരിക്കുമെന്നറിയാമോ? എത്രയോ വർഷങ്ങളായി കഴിഞ്ഞു. പിന്നെ ഒരാൾ അതൊക്കെ ഏറ്റവും കൂടുതൽ മെൻ്റലി ടോർച്ചറിങ് ആയി. അല്ലാഹുവേ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പൊരുത്തങ്ങളെല്ലാം ചോദിച്ച് പൊരുത്തപ്പെട്ട് മാപ്പാക്കി എല്ലാവരും പുതിയ ലൈഫുകളൊക്കെ തേടിപ്പോയി. എല്ലാവരും പോയി. അൽഹംദുലില്ലാഹ് സന്തോഷമായിട്ട് ജീവിക്കട്ടെ. ഇനിയെങ്കിലും ഞാൻ മക്കളെ ഒന്ന് വളർത്തിക്കോട്ട്. വയ്യ മക്കളെ. ഒരു ഉമ്മയും ഉപ്പയും ചെയ്യുന്ന കാര്യമാണ്. ഞാൻ ഈ വെയിലത്ത് കിടന്നിട്ട് ഇത്രയും വരുമ്പോഴും എൻ്റെ ശരീരം നല്ല പെയിനാണ്, കഴപ്പും പെയിനും ഒക്കെ. ഇനിയെങ്കിലും എൻ്റെ യൂട്യൂബ് ചാനലിൽ കൂടെ നിങ്ങൾ വന്നിട്ട് കമൻ്റ് ഇടരുതേ മക്കളെ. വയ്യ, മനസ്സിൽ തട്ടി. ഉമ്മാക്കും അപ്പാക്കൊക്കെ സങ്കടം വരുന്നു കുറച്ച് ദിവസം കൊണ്ടുള്ള വീഡിയോസ്. നിങ്ങളടുത്ത് ഞാൻ എനിക്ക് യൂട്യൂബിൽ നിങ്ങളാരും എനിക്ക് അറിയില്ല.
അതുകൊണ്ട് ഈ ഭൂമിയിൽ ഈ മക്കൾ വളരട്ടെ. മക്കൾക്ക് അറിഞ്ഞൂടാത്തതാണ്. എത്ര നാൾ കഴിഞ്ഞാലും യൂട്യൂബ് ചാനലിലെ വീഡിയോസ് അവിടെ കിടക്കും. അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് ഞാൻ ഒരു കാര്യം പറയുന്നു, ക്ഷമ ചോദിക്കുന്നു. ഇനി എന്നെ കുറ്റപ്പെടുത്തരുത്. ഞാൻ എന്നേക്കുമായിട്ട് ഈ ലോകത്തുനിന്ന് അങ്ങ് പോവും, എന്നെ ഇനി ഭീഷണിപ്പെടുത്താൻ വന്നാൽ. കാരണം ക്ഷമേര നെല്ലിപ്പലക്കൊക്കെ ചവിട്ടി നിൽക്കുകയാണ് ഞാൻ. ക്ഷമേര വയ്യായ്മ കാര്യങ്ങൾ എല്ലാം ഉള്ളത് ഞാൻ ഒന്നുമില്ലാത്തതായിപ്പോയി. ഞാൻ അടുത്ത് തിന്നതല്ല, എൻ്റെ മൊത്തം കൊണ്ട് എല്ലാം തീർന്നു പോയി. എല്ലാവരും കൂടെ എടുത്തു കൂട്ടി വീട് വെച്ച് ആരും മുമ്പേ കൈ നീട്ടേണ്ടുന്നൊരവസ്ഥയിലെ ജീവിതമൊന്നും അല്ലായിരുന്നു എൻ്റെ. അല്ലാ, ഞാൻ 3 മക്കളെ വളർത്തുന്നുണ്ട്. എനിക്ക് എൻ്റെ ഭർത്താക്കന്മാരെ കുറ്റം പറയാൻ പറ്റൂല. കാരണം എന്തെന്നറിയാമോ, അവർ തന്ന മക്കൾ എൻ്റെ കയ്യിരിക്കുകയാണ്. ആ മക്കളെ ഞാൻ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നുണ്ടെങ്കിൽ, ഒരിത്തിരി സന്തോഷിക്കുന്നുണ്ടോ എന്നെങ്കിൽ അവർ തന്ന മക്കളുള്ളത് കൊണ്ടാണ്. അവരുടെ 3 പേരുടെ എനിക്ക് ഒരിക്കലും അറിവില്ല. എല്ലാം ഞാൻ പൊരുത്തപ്പെട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും 3 പേരും തങ്ങളിൽ പൊരുത്തം ചോദിച്ചവരാണ്, ഫാമിലിയല്ല. ഇപ്പോഴും ഞാൻ പറയും, ഇനി എന്തിൻ്റെയെങ്കിലും പേരിൽ എൻ്റെ ഫാമിലിക്ക് കുഴപ്പമില്ല, എൻ്റെ 3 ഫാമിലിക്കും കുഴപ്പമില്ല, എന്തിൻ്റെയെങ്കിലും പേരിൽ എന്നെ ടോർച്ചറിങ്ങി ചെയ്യുന്ന അല്ലാത്ത പക്ഷം ഞാൻ നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ തയ്യാറാണ്. നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ ഞാൻ തയ്യാറാണ്. എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ ആരടുത്തും പറഞ്ഞിട്ടില്ല എനിക്കിനി മുന്നോട്ടൊരു ലൈഫ് വേണമെന്നോ ഒന്നും. കാരണം മുന്നോട്ടൊരു ലൈഫ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇനി പറ്റില്ല. പിന്നെ അള്ളാൻ്റെ വിധി തീരുമാനം എന്താണെന്ന് എനിക്കറിയില്ല. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ മക്കളെ. എല്ലാവരും കുറേ പേരെന്നെ ചേർത്ത് പിടിച്ച്, കുറേ പേര് എൻ്റെ ദുഃഖം എന്നൊരു മെൻ്റലി ഡൗൺ ആക്കി കളഞ്ഞു. ഇന്നെനിക്കൊരു വീടായി. ചില നേരം മക്കളെ സ്നേഹിക്കാൻ പറ്റാണ്ട് ദേഷ്യപ്പെടല്ല, സ്നേഹിക്കാൻ പറ്റുന്നില്ല. എന്നാൽ ശരി, ഇത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.